ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ എന്നിട്ട് ചെയ്യലുണ്ട്. ഐ ഡോണ്ട് നോ വൈ ദേ ഡു ദാറ്റ്, ബട്ട് ഐ ഹേറ്റ് ഇറ്റ്. യു ഗൈസ് ഷുഡ് കേരളയ്ക്ക് 10 കൊറിയൻ സ്കിൻ കെയർ ടിപ്സ് എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല. സാധനം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ രീതിയിൽ. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് വാലന്റീന ആൻഡ് ഞാൻ കോഴിക്കോട് നിന്നാണ്. സോ ദിസ് ഇസ് മൈ തേർഡ് യൂട്യൂബ് വീഡിയോ ആൻഡ് ഇറ്റ്സ് അബൌട്ട് മൈ സ്കിൻ കെയർ റുട്ടീൻ. വലിയ കാര്യത്തക്ക സ്കിൻ കെയർ ഒന്നുമില്ല, ബട്ട് എൻ്റെത് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണ്. സോ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്ക് അറിയാം ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് ഇസ് ടു മെയിൻറ്റെയിൻ യുവർ സ്കിൻ. അതായത് എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ സ്കിന്നിനേക്കാളും ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരുന്നതും ഡ്രൈ സ്കിൻ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബിക്കോസ് വെള്ളം കുടിക്കണം, എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്യണം. വെള്ളം കുടിച്ചില്ലെങ്കിൽ സ്കിൻ വലിയുന്ന പോലെ ഉണ്ടാവും. ഐ ഷോ യു മൈ ഹാൻഡ്. ഇത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കാം എന്തോരം ഡ്രൈ ആണ് എൻ്റെ സ്കിന്ന്. സോ ഐ സ്ട്രഗിൾഡ് വിത്ത് ഡ്രൈ സ്കിൻ മൈ ഹോൾ ലൈഫ്. ആൻഡ് ഇപ്പോഴാണ് എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സ് തന്നെ ഞാൻ എനിക്കായിട്ട് കണ്ടുപിടിച്ചത്. സോ ഇത് നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്യുകയാണെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ നിങ്ങളുടെ സ്കിന്നിന് മാച്ച് ആവുന്നുണ്ടോയെന്ന്. അല്ലാണ്ട് യൂസ് ചെയ്തിട്ട് അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ രീതിയിൽ അതിട്ടൊരു കാര്യമില്ല. ഞാനൊരു പ്രൊഫഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരാളെ അല്ല. എനിക്ക് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ഇതുവരെ ഒന്നും അലർജിക്കായിട്ട് വന്നിട്ടില്ല. സോ എനിക്ക് പേഴ്സണലി ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് കണ്ടുപിടിച്ചതാണ്. സോ ഇഫ് യു വോണ്ട് യു ക്യാൻ കൺസൾട്ട് എ ഡോമാറ്റ് ആൻഡ് എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ഡിസൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അലർജീസ് ഒന്നുമില്ല, അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം എനിക്ക് സ്യൂട്ട് ആവാറുണ്ട്. സോ ദ നെക്സ്റ്റ് തിങ് ഇസ്, ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തു. ഞാൻ മറ്റേ ബെഡൊന്ന് മാറി ഞാൻ ഇങ്ങോട്ടേക്കാക്കി. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് വീഡിയോ എടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റം ചെയ്തിട്ട് എടുക്കാം, ബട്ട് സ്റ്റിൽ യുനോ വാട്ട് ഐ മീൻ, റൈറ്റ്? സോ വലിച്ചു നീട്ടാണ്ട് നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. എനിക്ക് എപ്പോഴും എൻ്റെ ഫേസ് ഞാൻ രാത്രി 2 പ്രാവശ്യം വാഷ് ചെയ്യും. ഒന്നൊരു എത്തിഗ്ലോൻ്റെ സോപ്പ് വെച്ചിട്ടും പിന്നെ ഒന്ന് ഞാൻ ഈ ഡോട്ട് ആൻഡ് കീൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്യാറ്. ബിക്കോസ് ഇത് ആക്ച്വലി ഹൈലറോണിക് ഉണ്ട്, 5 ceramides ഉണ്ട്, ജാപ്പനീസ് റൈസ് വാട്ടർ ഉണ്ട്. ഇറ്റ് ഈസ് റിയലി ഗുഡ് ഫോർ യുവർ സ്കിൻ. ഇറ്റ് ഡസൻ ഡീഹൈഡ്രേറ്റ് യുവർ സ്കിൻ. മുഖത്തുള്ള മോയ്സ്ചർ അത് സ്ട്രിപ്പ് ഔട്ട് ചെയ്യില്ല. സോ ഐ ലവ് ദിസ് സോ മച്ച്. അപ്പോൾ ആദ്യം ഞാൻ എത്തിഗ്ലോൻ്റെ സോപ്പ് വെച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്യൽ. അത് ആക്ച്വലി കുറച്ചൊന്ന് ഡ്രൈ ഔട്ട് ചെയ്യും. അതായത് പക്ഷെ മുഖത്തത്തെ എല്ലാം പോക്കുകയും ചെയ്യും, ബട്ട് സ്റ്റിൽ ഒന്ന് ഡ്രൈ ഔട്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ ആദ്യം ആ സോപ്പാണ് യൂസ് ചെയ്യുക, എന്നിട്ടാണ് ഞാൻ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുക. അപ്പോൾ എനിക്ക് ആക്ച്വലി ഒന്ന് എൻ്റെ ഫേസിലെ മോയ്സ്ചർ ഒന്ന് റീസ്റ്റോർ ചെയ്തിട്ട് എനിക്കൊന്ന് ബാലൻസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ, മുഖം കഴുകുമ്പം ഗൈസ് പ്ലീസ് ടൈ അപ്പ് യുവർ ഹെയർ. ഞാൻ എന്തായാലും ടൈ ചെയ്യും കഴുകാൻ നേരത്ത്. എനിക്കിഷ്ടമല്ല മുടി അഴിച്ചിട്ടിട്ട് ആൾക്കാർ സ്കിൻ കെയറും മേക്കപ്പും കുന്ത്രാട്ടം ഒന്നും ചെയ്യുന്നത്. എനിക്കിഷ്ടമില്ല. എനിക്കിഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സ് വരെ അത് ചെയ്യലുണ്ട്. ഐ ഡോണ്ട് നോ വൈ ദേ ഡു ദാറ്റ്, ബട്ട് ഐ ഹേറ്റ് ഇറ്റ്. യു ഗൈസ് ഷുഡൻറ്റ്. ഓക്കെ, സോ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, സോ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. സോ ഞാൻ ഈ ഒരു ഫേസ് മാസ്ക് ഇട്ടു. ഇത് കാണുന്നില്ലേ? ഇപ്പോൾ കാണാം. ഓക്കെ, സോ ഞാൻ ഈ ഒരു ഫേസ് മാസ്ക് ഇട്ടു. ഇത് ആക്ച്വലി മുൾട്ടാനി മിട്ടിയും പിന്നെ തൈരും ചേർത്തിട്ടാണ്. ഇത് വീട്ടിൽ പപ്പയമ്മയും യൂസ് ചെയ്യുന്നതാണ്, ഞാൻ യൂസ് ചെയ്യുന്ന സാധനമല്ല. ഞാൻ ആക്ച്വലി അരിപ്പൊടിയും തൈരുമാണ് യൂസ് ചെയ്യൽ. എനിക്കതാണ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടും കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ്നിങ്ങും കുറച്ചുകൂടെ ഒരു സ്ക്രബിങ്ങും എഫക്റ്റ് കിട്ടുന്നത്. എനിക്ക് ആക്ച്വലി സംസാരിക്കാൻ പറ്റുന്നില്ല. മാസ്ക് ഏകദേശം ഇവിടെയൊക്കെ ടൈറ്റ് വന്നു. ഞാൻ ഇട്ടതിന് ശേഷമാണ് ഞാൻ മാസ്കിൻ്റെ കാര്യം പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഇടണം എന്നേ വിചാരിച്ചില്ല. എനിക്കിത് ആക്ച്വലി ഇത് കഴുകി പോക്കാൻ ഭയങ്കര പാടതുകൊണ്ട് എനിക്കിഷ്ടമില്ല ഇടാൻ. ബട്ട് ഇഫ് ബ്യൂട്ടി മേക്സ് യു അൺകംഫർട്ടബിൾ യു ഹാവ് ടു ഡു ഇറ്റ് എന്നല്ലേ പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഞാനിത് തേച്ചത്. സോ ഇത് ഇപ്പോൾ ഒരു 10 minutes ആയി. ഞാൻ എന്തായാലും ഇപ്പോൾ കഴുകി കളയും. സോ ഇത് ഞാൻ ജസ്റ്റ് യൂസ്ഫുൾ ആവുന്ന ആൾക്കാർക്ക് ഇത് ഇരുന്നോട്ടെന്ന് കരുതി പറഞ്ഞതാണ്. മുൾട്ടാനി മിട്ടിക്ക് അത്യാവശ്യം നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്. ആക്നെ മാർക്സ് ഒക്കെ പോകാനും എല്ലാത്തിനും പിമ്പിൾസിനൊക്കെ വളരെ നല്ലതാണ്. ആൻഡ് ഓൾസോ എനിക്ക് ഒരു ടിപ്പ് കൂടെ പറയാനുണ്ട്. അത് ഞാൻ ആക്ച്വലി എൻ്റെ പ്രോപ്പർ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. സോ എൻ്റെ അടുത്ത് മുൾട്ടാനി മിട്ടി ഓർ തൈര് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഐ മീൻ അരിപ്പൊടി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അരിപ്പൊടി ആൻഡ് തൈര് മിക്സ് ചെയ്തിട്ട് തേക്കുന്നേ പറയുള്ളൂ. മുൾട്ടാനി മിട്ടി സജസ്റ്റ് ചെയ്യില്ല എന്നല്ല, ഇറ്റ്സ് ഗുഡ്, ബട്ട് ഐ ഗോ ഫോർ ദാറ്റ്. സോ അങ്ങനെ ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നു. ആൻഡ് നൗ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഓർഡിനറിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. ദിസ് ഹാസ് മെയ്ഡ് വണ്ടേഴ്സ് ഫോർ മൈ സ്കിൻ, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് മൈ സ്കിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ആക്ച്വലി ഞാൻ മുഖത്ത് മാത്രമല്ല യൂസ് ഇറ്റ് ഓൺ മൈ സ്കാൽപ്പ്, യൂസ് ഇറ്റ് ഓൺ മൈ ബോഡി. ഇതൊക്കെ എനിക്കറിയില്ല, ഇത് ഭയങ്കര ഒരു എക്സ്ഫോളിയേറ്റിംഗ് ടോണറാണ്. സോ
നമുക്കിപ്പം സ്വെറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഗേൾസിന് പെട്ടെന്ന് സ്വെറ്റ് സ്മെല്ല് ചെയ്യും. സോ അതിനൊക്കെ വേണ്ടിയിട്ട് ദിസ് ഇസ് ദ തിങ്. ഗോ ഗെറ്റ് ദിസ് ഗൈസ്, ഗോ ഗെറ്റ് ദിസ്. ഓക്കെ, സോ ഇത് ഞാൻ ആക്ച്വലി ഡെയിലി യൂസ് ചെയ്യില്ല. ഞാൻ ഇതൊരു ദിവസം യൂസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ ഞാൻ ഈ ട്രെറ്റനോയിൻ യൂസ് ചെയ്യും. ദിസ് വൺ ഔട്ട് ദർ ഓൾസോ ഡു നോട്ട് യൂസ് ഇറ്റ്. നിങ്ങൾ ഡോമിനെ പോയി കൺസൾട്ട് ചെയ്യുക. എനിക്ക് ഇതുവരെ ഒരു അലർജി ഇഷ്യൂസും ഉണ്ടാവില്ല. ഞാൻ കൺസൾട്ട് ചെയ്തിട്ടില്ല, എനിക്ക് ഒരു അലർജി ഇഷ്യൂസും ഉണ്ടാവാറില്ല. സോ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്തത്. യാ, അത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. ഇത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഗിവ് സം ടൈം ഫോർ ഇറ്റ് ടു ഗെറ്റ് സെറ്റ്. ഓക്കെ, ഇത് ആക്ച്വലി ഇതിന് ഞാൻ വാങ്ങിയപ്പം 1250 അങ്ങനെ എന്തോ ആയിരുന്നു. ദിസ് വാസ് 900. പക്ഷെ പിന്നെ എനിക്ക് സാലറി കിട്ടി വാങ്ങാമെന്ന് ഉദ്ദേശിച്ച സമയത്ത് ഇറ്റ് ബിക്കെയിം 1250. ആൻഡ് പക്ഷെ ഞാൻ മോശം പറയില്ല, അത് ആക്ച്വലി ഒരു 3 months ആയി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആൻഡ് ഐ ഹവ് സീൻ വിസിബിൾ റിസൾട്ട്സ്. സോ യാ, ഗോ ഗെറ്റ് ദിസ്. ഇത് ആക്ച്വലി ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. യു ക്യാൻ യൂസ് ഇറ്റ് thrice a week. ഓൾസോ പകൽ യൂസ് ചെയ്യരുത്. ആൻഡ് ദ നെക്സ്റ്റ് ഡേ മോർണിംഗ് പ്ലീസ് മേക്ക് ഷുവർ യു ഗൈസ് യൂസ് സൺസ്ക്രീൻ. ഞാൻ അക്വലോജിക്കിൻ്റെ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ ഈ പ്ലമ്മിൻ്റെ നൈസിനമൈഡ് ടോണർ യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫേസിൽ. ഇത് ആക്ച്വലി ഞാൻ രാവിലെ യൂസ് ചെയ്യുക, ഇടയ്ക്ക് ഞാൻ രാത്രിയും യൂസ് ചെയ്യും. ഐ ടെൽ യു ദ മെയിൻ ബെനിഫിറ്റ് ഓഫ് ദിസ്. ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്തതാ. ഇത് ആക്ച്വലി എന്താ വെച്ചാൽ, എനിക്ക് ഈ ഒരു സൈഡിൽ, ഈ ഒരു ഏരിയയിൽ എനിക്ക് ബംസ് ഉണ്ടാവാറുണ്ട്. അതായത് പിമ്പിൾസ് പോലെ ഒന്നും വിസിബിൾ അല്ല, ബട്ട് സ്റ്റിൽ ഐ യൂസ് ടു ഹാവ് ബംസ് ദീസ് സൈഡ്സ്. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആക്ച്വലി റേക്വലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് അത് യൂസ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി അത് വരുന്നത്. അതെങ്ങനെ ഞാൻ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ, ഞാൻ പകലും രാത്രിയും ഞാൻ കൂടുതലും ഗ്ലൈക്കോളിനേക്കാളും യൂസ് ചെയ്യൽ ഇതും എൻ്റെ മോയ്സ്ചറൈസറുമാണ്, വിച്ച് ഇസ് സെറ്റഫിൽ. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചേഞ്ച് കാണാൻ തുടങ്ങി ഇവിടെ. പിന്നെ ഞാൻ കരുതി ഓക്കെ മേ ബി ചിലപ്പോൾ ക്ലൈമറ്റിൻ്റെ ആവാം. ഞാൻ ആ ഒരു ടൈമിൽ ജങ്കും കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ മേ ബി അതിൻ്റെ ആവാമെന്ന് വിചാരിച്ചു. ബട്ട് ദെൻ ഞാൻ എൻ്റെ വീട്ടിൽ സ്റ്റേ പോയ സമയത്ത് ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്ന സെറ്റഫിലിൻ്റെ ബോഡി ലോഷനാണ്. ബോഡി ലോഷൻ അല്ല, ഇറ്റ്സ് ആക്ച്വലി മോയ്സ്ചറൈസർ. യു ക്യാൻ യൂസ് ഇറ്റ് ഓൺ യുവർ ബോഡി ആൻഡ് ഫോർ യുവർ ഫേസ് ആസ് വെൽ. അപ്പോൾ അത് കുറച്ച് വലിയ കുപ്പിയാണ്, വലിയൊരു ബോട്ടിലാണ്. അപ്പോൾ അത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെയിറ്റ് ഉണ്ടല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ റീക്വലിൻ്റെ മോയ്സ്ചറൈസർ ഒരു ചെറിയ ട്യൂബ് സൈസാണ്. അപ്പം ഞാൻ ഓക്കെ അത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്റ്റേ പോയി. ഞാൻ രാത്രി മുഖം വാഷ് ചെയ്തില്ല, നമ്മൾ ഫുള്ള് പരിപാടിയിലാണല്ലോ, വാഷ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ എണീറ്റ് മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്തു. ഞാൻ വീട്ടിലെത്തി വൈകുന്നേരമൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഇവിടെ പിന്നെയും എനിക്ക് പിമ്പിൾസ് അല്ല ആക്ച്വലി, ഇറ്റ്സ് കൈൻഡ് ഓഫ് ബംസ് വരാൻ തുടങ്ങി. അപ്പം മനസ്സിലേക്ക് ഓക്കെ, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ എന്നിട്ട് എന്ത് ഒരു 2 days ഞാൻ ഇതും എൻ്റെ മോയ്സ്ചറൈസറും യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം ഞാൻ മേലേക്ക് നോക്കും. എൻ്റെ മോയ്സ്ചറൈസർ മേലെയുള്ളത്, അതുകൊണ്ടാണ് മേലേക്ക് നോക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഇതും എൻ്റെ മോയ്സ്ചറൈസറും യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ശരിക്കും റിസൾട്ട്സ് വിത്തിൻ 2 days ഞാൻ ആ റിസൾട്ട്സ് കാണാൻ തുടങ്ങി. സോ ഇറ്റ്സ് ലൈക്ക് ഓക്കെ, അപ്പോൾ എൻ്റെ റീക്വൽ മോയ്സ്ചറൈസറാണ് പ്രശ്നം. അപ്പോൾ ഞാനിപ്പോൾ അതെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഓഫീസിൽ പോകുമ്പോൾ AC ആണ് ഓഫീസിൽ. അപ്പം ഒബ്വിയസ്ലി എൻ്റെ കൈ ഇറ്റ് ടെൻഡ്സ് ടു ഡ്രൈ വെരി ഫാസ്റ്റ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, കയ്യിലാണ് ഞാൻ ആ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഉപയോഗം വേണ്ടേ, പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ. അപ്പോൾ ഞാനത് ആക്ച്വലി കയ്യിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ പ്രൊമോഷൻ അങ്ങനത്തെ ഒരു കുന്തം അല്ല കേട്ടോ. ഇത് എനിക്ക് വർക്ക് ചെയ്ത അല്ലെങ്കിൽ എനിക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പം ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് തന്നെ ഈ പ്രോബ്ലം ഉണ്ടാവണം എന്നില്ല. ആക്ച്വലി വേറെ ഇപ്പം ഓയിലി സ്കിന്നാണെങ്കിലും എന്ത് സ്കിന്നാണെങ്കിലും പിമ്പിൾസും ബംസൊക്കെ വരാൻ ഇന്ന സ്കിൻ ടൈപ്പ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് സജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. യു ഗൈസ് ക്യാൻ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ കോമെന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഞാൻ കൊടുക്കാം. യു ഗൈസ് ക്യാൻ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ മെയിൻ താരം എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഇസ് സെറ്റഫിൽ മോയ്സ്ചറൈസിങ് ലോഷൻ. ഇത് നോർമൽ ടു കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിൻ ആണ് കൊടുത്തത്. ബട്ട് ദിസ് ആക്ച്വലി വർക്ക്സ് വണ്ടേഴ്സ് ഫോർ മൈ എക്സ്ട്രീം ഡ്രൈ സ്കിൻ. ഞാനത് ആക്ച്വലി ഇൻസ്റ്റൻ്റ്ലി സൂട്ട്സ് ആൻഡ് പ്രൊട്ടക്ട് സ്കിൻ ഫ്രം ഡ്രൈനെസ് ഫോർ 48 hours. ലൈക്ക് ഇത് ആക്ച്വലി സത്യമാണ്. ബിക്കോസ് ഞാൻ പ്രമോഷൻ അല്ല, ഞാനിത് ആക്ച്വലി കുറച്ചെടുക്കും. ഒരു പമ്പ് ഞാൻ എടുക്കും, അത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. ഇറ്റ്സ് ആക്ച്വലി വെരി കുറച്ച് കൂടുതലാണെന്ന് ഞാൻ പറയുള്ളൂ. ഇത് ആക്ച്വലി ഞാനിങ്ങനെ ഡോട്ട് ചെയ്ത് കൊടുക്കും. ഇത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും. ബിക്കോസ് ഇത് ശരിക്കും ഹൈഡ്രേറ്റിംഗ് ആണ്. ഈ ശീലവും എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയതാണ്. നിങ്ങൾക്ക് അറിയാലോ അവിടുത്തെ വെതർ ഇറ്റ്സ് വെരി ഡ്രൈ. ചൂടായാലും തണുപ്പായാലും ഒരു മോഡറേറ്റ് വെതർ ആണെങ്കിലും വെതർ ഡ്രൈ ആണ്. ലൈക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഡ്രൈ ആണ്. അതാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ
ഡ്രൈ സ്കിൻ ആൾക്കാർക്ക് സർവൈവ് ചെയ്യാൻ സ്പെഷ്യലി. അപ്പം അങ്ങനെ എനിക്ക് തുടങ്ങിയ ശീലമാണ് ഇങ്ങനത്തെയൊക്കെ. അവിടുന്ന് ഞാൻ റീക്വലാണ് യൂസ് ചെയ്തത്. അന്നൊന്നത് ബാഡാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ റീക്വൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഓയിലി ആവാറുണ്ട് ഫേസ്. എനിക്ക് ഭയങ്കര എണ്ണമെഴുക്ക് പോലെ തോന്നാറുണ്ട്. പക്ഷെ അത് കാര്യമാക്കില്ല, ബിക്കോസ് എനിക്ക് എൻ്റെ സ്കിന്ന് ഹൈഡ്രേറ്റായി നിൽക്കണം, ഒരു എന്താ പറയുക, എവിടെയും ഒരു ഡ്രൈനെസ് വരരുത് എന്നൊക്കെ ഉണ്ട് എനിക്ക് ഡ്രൈ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പാച്ച് ആവും, ഇവിടെ ഭയങ്കര ഡ്രൈ ആവും. പ്രത്യേകിച്ച് ഞാൻ ട്രെറ്റനോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ട്രെറ്റനോയിൻ ഒരു സാൻഡ്വിച്ച് മെത്തേഡിലാണ് ചെയ്യുക. ആദ്യം ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, എന്നിട്ട് ട്രെറ്റനോൺ തേക്കും, എന്നിട്ട് അതിൻ്റെ മേലെ ഒന്നെങ്കിൽ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ വാസ്ലിൻ പെട്രോളിയം ജെല്ലി ഇല്ലേ, അത് ഞാൻ തേക്കും. ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്കറിയില്ല എന്താ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ. ഞാൻ മറ്റേ 10 സ്റ്റെപ്സ് ഓഫ് സ്കിൻ കെയർ അല്ലെങ്കിൽ 10 കൊറിയൻ സ്കിൻ കെയർ ടിപ്സ് എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല. വെരി മിനിമൽ ഒരു 3 പ്രോഡക്ട്സ് വെച്ചിട്ട് എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ ഞാൻ തീർത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ മാസ്ക് യൂസ് ചെയ്താൽ മതി, ബട്ട് സ്റ്റീം ചെയ്യുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യും. സ്റ്റീം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാൻ മോസ്റ്റ് ഓഫ് ദി ഡേ സ്റ്റീം ചെയ്യാറുണ്ട്. 1-2 ദിവസമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യും, ഇന്ന് ഞാൻ ചെയ്തിട്ടില്ല. അതുപോലെ സ്റ്റീമിങ് ഇസ് വെരി 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 ഗുഡ്. എനിക്കറിയില്ല, കുറേയൊക്കെ വാരി തേച്ചിട്ട് കാര്യമുണ്ട് തോന്നുന്നില്ല. ലൈക്ക് നമ്മൾ കുറേ പ്രോഡക്റ്റിൻ്റെ ഹൈപ്പ് കണ്ടിട്ട് കുറേ വാരി തേച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. വെളുക്കാൻ തേച്ചത് പാണ്ടാവുകയുള്ളൂ. നമ്മളുടെ സ്കിന്നിന് എന്താ വേണ്ടത്, നമ്മളുടെ സ്കിന്നിൻ്റെ വോണ്ട് എന്താണെന്നനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യുക. ഞാനും ഒരു കൊറിയൻ ഫാനാണ്. എനിക്കും BTSും കെ ഡ്രാമയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഐ നെവർ ഗോ ബിഹൈൻഡ് ദോസ് 10 സ്കിൻ കെയർ ടിപ്സ് ആൻഡ് ഓൾ. സോ ഇതാണ് എൻ്റെ ബേസിക് സ്കിൻ കെയർ റുട്ടീൻ. ഞാൻ രാത്രി ഇതാണ് ചെയ്യാറ്. പിന്നെ എൻ്റെ സ്കിന്നിന് വേണ്ട അനുസരിച്ച് ഞാൻ ആക്റ്റീവ്സ് ചേഞ്ച് ചെയ്യും. അല്ലാണ്ട് ഞാൻ ഫേസ് വാഷും ആക്റ്റീവ് ആൻഡ് ഫേസ് മോയ്സ്ചറൈസർ ഇത് 3 ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നെ പോലെ തന്നെ ഡ്രൈ സ്കിൻ ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. സോ അവർക്ക് സ്കിന്ന് കുറച്ച് നമ്മൾ ഇങ്ങനത്തെ ആക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ സ്കിന്ന് ഡ്രൈ ഔട്ട് ആവും. ബട്ട് അങ്ങനെ ഡ്രൈ ഔട്ട് ആവാണ്ട് എങ്ങനെ നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യാം എന്നാണ് ഞാൻ അതിലൂടെ കാണിച്ചു തന്നത്. സോ നെവർ ടേക്ക് ഇറ്റ് ഇൻ ഇതന്നെ വാങ്ങി യൂസ് ചെയ്യണം എന്നുള്ളൊരു വേയിൽ നിങ്ങളിത് എടുക്കുകയും ചെയ്യരുത്. അതേപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും മേ ബി ഒരു ഡ്രൈ സ്കിന്നുള്ള. എനിക്ക് തന്നെ ഇപ്പോൾ കുറച്ച് പേരെ അറിയാം ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ. സോ ഡ്രൈ സ്കിന്നുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളുടെ സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്ന സാധനത്തിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വാങ്ങുകയായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. അതുകൊണ്ട് കണ്ണി കിട്ടുന്ന സാധനം ഒന്നും വാരി തേക്കരുത്. അത് നിങ്ങളുടെ സ്കിന്നിന് ചിലപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ സ്കിന്നിൻ്റെ ബാരിയറിനെ അത് എഫക്റ്റ് ചെയ്തേക്കാം, പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. സോ ഡോണ്ട് ഡു ദാറ്റ്. ചില ആക്റ്റീവ്സ് ഒന്നും നമ്മൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഐ റിപ്പീറ്റ്, ചില ആക്റ്റീവ്സ് നമ്മൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണ്ട. അല്ലാണ്ട് കൈ കിട്ടുന്നൊക്കെ ഓക്കെ രാത്രിത്തെ സ്കിൻ കെയർ എന്ന് പറഞ്ഞ് വാരി പൊത്താൻ നിൽക്കരുത്. സോ ദിസ് ഈസ് മൈ സിമ്പിൾ നൈറ്റ് ടൈം റൂട്ടീൻ. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കോമെന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.